ഇതെന്താണ് ഷാഫി? SPD? ഇതാണ് SPD. ഈ SPD എന്ന് പറഞ്ഞാൽ നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്നാണ് പറയാം. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ഓവർ വോൾട്ടേജിൽ വരുന്ന സർജുകളുണ്ട്. നമ്മൾ മറ്റേ ഫാക്ടറികൾ സ്വിച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വല്ല റൈസ് പൗഡർ മില്ലൊക്കെ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഹെവി വോൾട്ടേജ് വന്നിട്ട് ഡംപ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകൾ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് T+2 അല്ലെങ്കിൽ ടൈപ്പ് 2 എന്നാണ് ഇതിന് പറയുക. ഇതിന് ടൈപ്പ് 1+2 എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനകത്ത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. അതായത് ഇടിമിന്നൽ തട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ട്രാൻസ്ഫോമറിലൊക്കെ ഇടിമിന്നൽ തട്ടിയാൽ നമ്മളെ വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ഈ ബോർഡുകളൊക്കെ പോകുന്നത്, ഫാന് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ AC-ന്റെ ബോർഡ് അടിച്ചു പോകും, നമ്മുടെ ഫ്രിഡ്ജിന്റെ ബോർഡ് അടിച്ചു പോകും, ടിവിയുടെ ബോർഡ് അടിച്ചു പോകും. ഈവൻ നമ്മുടെ ചാർജർ പോലും കംപ്ലൈന്റ് ആവുന്നതിന്റെ മെയിൻലി ഉള്ള റീസൺ അതാണ്. ഓക്കെ, അതാണ് ഒരു മെയിൻ സംഭവം. പിന്നെ ഇത് അല്ലാണ്ട് വേറൊരു സംഭവം നമ്മളവിടെ നാട്ടിലെപ്പോഴും അധികം വരാറുള്ള സംഭവമുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജിന് ഡിഫറൻസ്, ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും വരും. അപ്പോൾ ഈ നമ്മളെ നോർമൽ അവിടെ ഇവിടുത്തെ 170, 192 മുതൽ 240 വരെയൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ്. അത് നമുക്കൊരു 160 വരെയൊക്കെ നമ്മുടെ ഡിവൈസുകൾ താങ്ങും. അതുപോലെ 250, 260 വരേക്കും നമ്മളൊരു ചാർജറൊക്കെ വർക്ക് ചെയ്യും. നിങ്ങൾ ആ ചാർജറിന്റെ മുകളിൽ നോക്കിയാണ് അറിയാൻ പറ്റും എത്ര വോൾട്ടേജ് മുതൽ ഇത്ര വോൾട്ടേജ് വരെ കാണിച്ചിട്ടുണ്ടാവും. അതേസമയം അതൊരു 90 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ആ ചാർജർ കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതേമാതിരി തന്നെ അത് 260, 280, 300 വോൾട്ട് ആ ലെവലിലേക്ക് എത്തുമ്പോൾ അത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഡൗട്ട്, അപ്പൊ നമ്മള് ഈ മറ്റേ സംഭവം ബ്രേക്കർ ഉണ്ടല്ലോ, ബ്രേക്കർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഓട്ടോമാറ്റിക്കലി ബ്രേക്കർ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇതിൽ ഓരോ ഡിവൈസിനും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളാണുള്ളത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം സർജ് മാത്രമാണ് പറഞ്ഞത്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഇതിപ്പോ കറണ്ട് ഇപ്പൊ KCB ലൈന് കട്ടാവുന്നത് കൊണ്ടാണ്, ഇപ്പൊ കറണ്ട് പോയതുകൊണ്ടാണ് ഇതിപ്പോ പോയത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് പ്രൊട്ടക്ടർ ആണ്. ഇതിനകത്ത് ഇവിടെ വോൾട്ടേജ് വരും, ഇവിടെ ആംബിയർ കാണിക്കും നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ടെന്ന്. കണ്ടോ, ഇപ്പൊ 244 വോൾട്ടേജ് ലൈനിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മുടെ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വേണോ 5.3 ആംബിയർ ഇപ്പൊ കറണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് 4.8 ആംബിയർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് സംഭവിക്കണം വെച്ചാൽ ഇതിൽ 240 മുകളിലേക്ക് വോൾട്ടേജ് വന്നാൽ ഇത് കട്ട് ചെയ്യും. അതായത് ഇത് ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ഷനിൽ കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇത് 160 താഴോട്ട് പോയാലും ഇത് കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിവൈസുകളൊക്കെ സേഫാണ്. ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആംബിയർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഇവിടെ മാക്സിമം ഉപയോഗിക്കാവുന്ന ആംബിയർ ഉണ്ട്. ആ ആംബിയർ കൂടുതൽ ഒരു ആംബിയർ വന്നാൽ ഇത് കട്ട് ചെയ്യും. കാരണം വെച്ചാൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ വേറെ വല്ല ഡിവൈസുകൾ കുത്തൊക്കെ ചെയ്താൽ ഇത് കട്ട് ചെയ്യും. ഈ സംഭവം ഇപ്പൊ ഒരു പുതിയതായിട്ട് വീട് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീട്ടില് ഈ സാധനം വെക്കണം എന്ന് നിർബന്ധമുണ്ടോ? സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പൊതുവെ ഈ SPD-കളും അതേമാതിരി തന്നെ നമ്മുടെ ബ്രേക്കേഴ്സ് ഒക്കെ പറയണത്. അതേ സമയത്ത് ഈ അതൊന്നും ഇല്ലാണ്ട് നോർമൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ കറണ്ടുകൾ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സുകളായതുകൊണ്ട് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ബോർഡുകൾ, ചിപ്പുകളൊക്കെ ഹൈലി കോസ്റ്റ്ലിയാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വക പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. ഇത് പ്രോപ്പറായിട്ട് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഇതൊരു എയർ ബാഗ് പോലെ വർക്ക് ചെയ്യുന്നതാണ് വണ്ടിയിൽ. അപ്പോൾ കാരണം വെച്ചാൽ ഇത് വൺസ് നല്ല രീതിയിൽ ഒരു ഇടി തട്ടിക്കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളറിൽ റെഡ് ആവും. റെഡ് ആയി കഴിഞ്ഞാൽ ഈ കാട്രിഡ്ജ് മാറ്റാം. ഈ കാട്രിഡ്ജ് റിമൂവ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാട്രിഡ്ജ് ഊരിട്ട് വേറെ പുതിയ കാട്രിഡ്ജിൽ കൊടുത്തിട്ടാം. അത് ഇൻ കേസ് വന്നാൽ അത് ഇടി തട്ടിയാൽ ഇപ്പൊ ഞങ്ങളിപ്പോ 2 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇത് വരാൻ പറ്റില്ല. അത് ഹെവി ഇടിയൊക്കെ വന്നാൽ മാത്രമേ അത് പൊട്ടുള്ളൂ, അല്ലാണ്ട് പൊട്ടൂല. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മറ്റു എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഇപ്പൊ ഇതിനിപ്പോ നമ്മൾ 1200 രൂപ ഉള്ളൂ ടൈപ്പ് 2 കിട്ടോ. അപ്പൊ ഈ നേരെ മറിച്ച് നമ്മളൊരു ഇൻവെർട്ടർ AC-ന്റെ ബോർഡ് പോയാല്, അല്ലെങ്കിൽ വേണ്ട ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജിന്റെ ബോർഡ് പോയി കഴിഞ്ഞാല്, ഒരു ടിവിയുടെ ബോർഡ് കഴിഞ്ഞാൽ 2500 രൂപയുടെ മുകളിൽ എന്തായാലും വരും. അതിന്റെ MOV കത്തിക്കഴിഞ്ഞാലും വരും ഏകദേശം 12,000 രൂപ. അതിനേക്കാളും വളരെ ഇതായിട്ടല്ല. പിന്നെ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഊരുക അതൊക്കെ പറയുമ്പോൾ അതിന്റെ വാല്യൂ പോവാണ്. ഇതാകുമ്പോൾ ഇത് ഇങ്ങനെയുള്ള SPDs ഇപ്പൊ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഡിവൈസുകൾ പറയുമ്പോൾ കമ്പനികൾ തന്നെ അവരെ വാറണ്ടി കാർഡിലൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഇതിൽ SPD കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഉണ്ട് ഒരുപാട് ഡിവൈസുകൾ അങ്ങനെ പണ്ട് കാലത്തൊക്കെ ഉള്ള വീടുകളിൽ ഇപ്പൊ അതിലേക്ക് മുകളിൽ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞാല് നമ്മുടെ കൺസംഷൻ അറിയാനുള്ള ഡിജിറ്റൽ മീറ്ററാണ്.
ഇതിനകത്ത് നമ്മൾ ഇത്ര വാട്ട് 1855 വാട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു 2 ടൺ AC, ഒരു 1.5 ടൺ AC, പിന്നെ അവിടെ 5 കമ്പ്യൂട്ടറുകൾ, എല്ലാം ലൈറ്റ്സ് എല്ലാം ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിന് അതാണ് ടോട്ടൽ ആംബിയർ ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്, 8.66 ആംബിയർ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളതിൻ്റെ പവർ ഫാക്ടർ കാണിച്ചിട്ടുണ്ട്, ഹെഡ്സ് കാണിച്ചിട്ടുണ്ട്, ഇതിന്റെ കിലോവാട്ട്, ടോട്ടൽ കിലോവാട്ട്. ഞാനിപ്പോൾ ഇത് റീസെറ്റ് ചെയ്യാതെ ഇത് 8 മുതൽ 1305 വാട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് യൂസ് ചെയ്തു. ഇതെല്ലാം തന്നെ ഇലക്ട്രിസിറ്റിയിലുള്ളതല്ല, പകുതി മുക്കാലും നമ്മൾ സോളാറിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് അറിയാം. ഇപ്പൊ ഇത് വീട്ടിലൊരു 3 പോൾ, ഇപ്പൊ ഇതേമാതിരി നമ്മുടെ സ്പേസിൽ നമ്മൾ 3 പോൾ ഗ്യാപ്പിൽ നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഡിവൈസുകൾ കംപ്ലൈന്റ് ആയാലോ അല്ല ഓവർ വാട്ട്സ് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇൻവെർട്ടേഴ്സിന്റെ ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു പുതിയ ഡിവൈസ് വരികയാണ്, ചിലപ്പോൾ എത്ര വാട്ട് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാണാം. അപ്പോൾ യൂണിറ്റ് നമ്മളിപ്പോൾ KCB നമ്മളൊരു ദിവസം 200 യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബില്ല് വന്നു. നമ്മൾ 200 യൂണിറ്റ് ഉപയോഗിച്ചില്ല നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ മീറ്റർ റീസെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 മുതൽ നമുക്ക് കൗണ്ടിങ് തുടങ്ങുമല്ലോ, അത് അടുത്ത ബില്ല് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ആ നമ്മൾ ഉപയോഗിച്ചതും ഇതിന് പുറത്തുനിന്നുള്ള മീറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അറിയാൻ പറ്റും. അതേപോലെ സോളാർ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഗുണമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു മീറ്റർ. ഇതുപോലത്തെ മീറ്റേഴ്സ് ഒരുപാട് മൊബൈലിലൊക്കെ നമുക്ക് വാട്ട്സ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള മീറ്ററുകൾ അവൈലബിൾ ആണ്. ഇതിൽ ചേഞ്ച് ഓവറുകളുണ്ട്, SPD. ഇത് ഇപ്പം നിങ്ങൾ ചോദിച്ചില്ല ഓരോ MCBകളും എന്താണ് വ്യത്യാസം എന്നുള്ളത്. അല്ല ഇതല്ലേ പ്രൊട്ടക്ഷൻ അല്ലേ നമ്മൾ ഈ MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അതായത് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ട് സർക്യൂട്ട്, അത് 2 വയറുകൾ തമ്മിൽ ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റ്, അല്ലെങ്കിൽ ഇതിലൊരു ഗ്രേഡ് 16 ആംബിയർ പറഞ്ഞിട്ടുണ്ട്, ഈ അല്ലെങ്കിൽ 10 ആംബിയർ 6 ആംബിയർ. ഈ ആംബിയർ കൂടുതൽ അതിൽ നിന്നും വലിക്കാൻ നോക്കിക്കഴിഞ്ഞാലാണ് ഇത് ഓൾറെഡി എന്ത് ചെയ്യുക, ഡ്രിപ്പായി പോകും. അതതിന്റെ ധർമ്മം അതാണ്. അതെന്നുവെച്ചാൽ സർക്യൂട്ടുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ള ധർമ്മമാണത്. അതേ സമയത്ത് നേരെ നമുക്ക് ഇവിടെ വന്ന SPD കാണാൻ പറ്റും. ഓക്കെ. ഈ SPD എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SPD അല്ല, നമ്മുടെ ELCB RCCB എന്നൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എർത്ത് ലീക്കേജ് ആണ്. അതിന്റെ പ്രൊട്ടക്ഷൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഷോക്ക് അടിച്ചു, നമുക്ക് ഇപ്പോൾ ഇവിടെ തൊടുമ്പോൾ നമ്മൾ ഷോക്ക് അടിക്കണം, എർത്ത് ലീക്കേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓട്ടോമാറ്റിക് ചാടും. ഓക്കെ. എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ചാടും. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓഫായി പോകും. അതായത് ഓട്ടോമാറ്റിക് ഇടയ്ക്കൊക്കെ വീക്കിലി 1 ടൈം ഒക്കെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പായി പോകും. ഞാനിപ്പോൾ ഇത് പ്രസ് ചെയ്യാത്തത് അവിടെ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും തൊട്ട് ഷോക്ക് അടിച്ചാലും ഇത് ഡിപ്പായി പോകും. അതാണ്. അതിപ്പോ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ഒരു സംഭവം നമ്മള് ഒരു കറണ്ട് കണക്ഷൻ എടുക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പല ആളുകളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വീട് പണി ചെയ്യുമ്പോൾ പല ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. അതേമാതിരി തന്നെ എല്ലാ ഡിവൈസുകളും ഇപ്പോൾ 2 സെക്ഷനായിട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻവെർട്ടറിന്റെ പവർ വേറെ ചെയ്യാം, നമ്മുടെ നോർമൽ AC പവർ, അതായത് കറണ്ടിന്റെ KCB പവർ വേറെ ചെയ്യാം. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒറ്റ ലൈനിൽ വരുമ്പോൾ നമ്മൾ ഈ ELCBന്റെ ധർമ്മം എന്ന് ഞാൻ പറഞ്ഞു, ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് ആവണം എന്നുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഷോക്ക് അടിക്കുന്ന സമയത്ത് ഇത് ഡ്രിപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ ഓപ്പൺ ആവും. ഇൻവെർട്ടർ ഡ്രിപ്പ് ആക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആൾക്ക് ഷോക്ക് അടിക്കും, ആ ഷോക്ക് അടിച്ച ആൾക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. അതേ സമയത്ത് ഈ ഇൻവെർട്ടറിന്റെ ഔട്ടിലും ഒരു ELCB ഉണ്ടെങ്കിൽ എന്തായി, അപ്പോൾ ഇൻവെർട്ടർ ഓൺ ആകുമ്പോൾ തന്നെ ഇൻവെർട്ടറിന്റെ സൈഡും ഡ്രിപ്പാവും, ഷോക്ക് അടിക്കില്ല. അപ്പോൾ 2 ELCB ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സാധാരണ പൊതുവെ ഇലക്ട്രീഷ്യന്മാർ ലൂപ്പ് ചെയ്തിട്ടാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത് വയറിങ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം സെപ്പറേറ്റ് ഈ എർത്ത് അല്ലെങ്കിൽ ന്യൂട്രൽ സെപ്പറേറ്റ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ELCB ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് എന്താ പറയുക ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഷോർട്ട് സർക്യൂട്ടുകളും മറ്റുള്ള ഇഷ്യൂസും കറണ്ട് കൂടുതൽ പോകുന്നതും എല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും.